ആദിത്യനാഥ്. വെള്ളമുണ്ട ആണ് എൻ്റെ വീട്. എൻ്റെ അച്ഛനൊരു കർഷകനാണ്. ഞാൻ കൽപ്പറ്റ ITIയിൽ 2010 ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. ഈ പ്രൊഫഷണൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ നിലയിലായത്. ഞാൻ ദുബായിലിപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ട്രെയിനിങ് ഇവിടെ പാസ് ഔട്ട് ആയതിനു ശേഷം ട്രെയിനിങ് കഴിഞ്ഞത് കടവ് റിസോർട്ടിലാണ്. അതിനുശേഷം അവിടെ തന്നെ വർക്ക് ചെയ്തു. അതിനുശേഷം ഒരു കൊല്ലത്തിന് ശേഷം എനിക്ക് ദുബായിലേക്കൊരു ഓഫർ കിട്ടി. ആ ഓഫറിന് കിട്ടി ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ദുബായിൽ പോയി. ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തതും എൻ്റെ ഈ ഉയർച്ചയ്ക്ക് കാരണവും ഈ ITIയും ഈ പ്രൊഫഷനും, അതായത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റുമാണ്. ഞാൻ ഈ നിലയിലായതും ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇതായതുകൊണ്ടാണ്. എൻ്റെ സാലറി ഇപ്പം ബേസിക് സാലറി അവിടെ ദുബായിലിപ്പോൾ ചെല്ലുമ്പോൾ 30,000 കിട്ടും. അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് 40,000 എബോവ് ഉണ്ട് എനിക്കിപ്പോൾ സാലറി. ഞാൻ 2 വർഷമായി അവിടെ വർക്ക് ചെയ്യുന്നു. പാസ് ഔട്ട് ആയത് 2012. ഷനൂബ് കെ. ഞാൻ ITയിൽ പുളിയർമല ഗവൺമെൻറ് ITയിലാണ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. ഏത് വർഷം? 2012-2014. ഞാൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അവിടെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു ട്രെയിനിങ്ങിന് വൈത്തിരി വില്ലേജിലേക്ക് പോവുകയും പിന്നീട് അവിടെ നിന്ന് സ്റ്റാഫായിട്ട് ബെസ്റ്റ് വെസ്റ്റേൺ പ്ലസ് ഇക്കോബ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ കൽപ്പറ്റ തന്നെ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. അവിടെ എത്രയായിരുന്നു നിങ്ങൾക്ക് ആ സമയത്ത് സാലറി? 10,000 to 15,000 എനിക്ക് സാലറി കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഗൾഫിൽ പോകുമെന്ന് കേട്ടു. ഇത് കഴിഞ്ഞ് ഞാൻ ഇപ്പം ബെസ്റ്റ് വെസ്റ്റേൺ ഇറങ്ങി ഞാനിപ്പം ഇന്ന് ദുബായിലേക്ക് പോവുകയാണ്. ഇന്ന് 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അവിടെ ഏത് കമ്പനിയിലാണ്? അത് ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു തന്നെയാണ്. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ അബൌട്ട് 25,000 to 30,000 സാലറി പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മാറ്റം തന്നെയാണ് ഞാൻ ITയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ITയിൽ വന്നതിന് ശേഷം ITയിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് 2 ഇയർ കോഴ്സ് തിരഞ്ഞെടുക്കുകയും ശേഷം സെക്കൻഡ് ഇയറിൽ ഫ്രണ്ട് ഓഫീസ് മൊഡ്യൂൾ മാസ്റ്ററായിട്ട് തിരഞ്ഞെടുത്ത് ഫ്രണ്ട് ഓഫീസ് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയതിൻ്റെ ശേഷം എൻ്റെ ജീവിതത്തിൽ ഫുള്ള് മാറ്റങ്ങളാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പെട്ടെന്ന് ഉള്ള വിവരങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇത്രയും കാലമായിട്ട് ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്ന് അവസ്ഥ അറിയില്ല. ഞാൻ വിചാരിക്കുന്നു ഇതേപോലെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് 21-ാമത്തെ വയസ്സിലേക്ക് പോകുന്നുള്ളൂ.